കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്. ചിരിക്ക്, അങ്ങനെ നന്നായിട്ട് ചിരിക്ക്. നിന്റെ ഒടുക്കത്തെ ചിരി കാണുമ്പോ എന്റെ പുന്നാരനിയ ഈ ചേട്ടന് കുളിര് പോരുക. മോനെ ആകാശ, നിന്റെ ഈ ചിരി ഞങ്ങൾക്കൊരു ആവേശമോ? പണിയും പോയി പട്ടിണി എടുക്കുമ്പോ നിന്റെ ഈ ചിരി പുഴുങ്ങി തിന്ന് ഞങ്ങക്ക് വയറ് നിറക്കാല്ലേ? മതം എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെ പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യോ? നീ മിണ്ടരുത്. നിന്റെ വകതിരിവാണല്ലോ കട്ടത്. വീട്ടിൽ നിന്ന് സാധനത്തെ ലൊക്കേഷൻ കൊണ്ടൊന്നും പോരാ. ഞാൻ നോക്കിയിരുന്നതാ. ആ നേരത്തെ ഷോട്ടിന് വിളിച്ചതുകൊണ്ടാ. കുട്ടേട്ടനുണ്ടായിരുന്നല്ലോ, നോയിക്കൂടായിരുന്നോ? വാട്ടർഫ്ലൈ കൂടെ പറഞ്ഞങ്ങോട്ട് പൊക്കോ. മര്യാദയ്ക്ക് ചുരുട്ടുകുട്ടി ചവിട്ടി പുറത്തെറിഞ്ഞ. ഒന്ന് നിർത്തണുണ്ടോ? കുറെ നേരായി. കരിപുരണ്ട ജീവിതങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും. ഓ, ഇതിലിപ്പോ ആരാ ആനന്ദക്കുട്ടൻ? ആ, മിസ്റ്റർ ആനന്ദക്കുട്ടന്റെ മൊബൈലിൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. കാണേണ്ട ഇമ്പോർട്ടന്റ് കാര്യമുള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു. ഫോണിന്റെ ബാറ്ററി കരിഞ്ഞുപോയി. പിന്നെ അതുപോലത്തെ വേറെ അനിയന്മാരെ ഏതെങ്കിലും രാജ്യത്ത് പ്രസവിച്ചിട്ടുണ്ടോ എന്റെ അമ്മ? മനസ്സിലായില്ല. മനസ്സിലായില്ല? ഞങ്ങൾ ഈ കോലത്തിൽ പുകഞ്ഞിട്ട് സാറൊന്നും മനസ്സിലായില്ല. ഇതൊന്നും മേക്കപ്പ് അല്ല സാറേ, ഒറിജിനലാ. സാറ് കൊണ്ടുവന്ന ഈ പുന്നാരനിയൻ ക്ലൈമാക്സ് പൊട്ടിക്കേണ്ട ബോംബ് ഇന്റർവെല് പൊട്ടിച്ചു. പിന്നെ പേടിപ്പിക്കില്ലടോ. അതോടെ ഞങ്ങളുടെ ലൈഫിന്റെ ക്ലൈമാക്സ് തീർന്നു. എന്തായാലും സാർ കറക്റ്റ് സമയത്തൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടല്ലോ. വലിയ ഉപകാരം. സാർ ചെല്ല്. ഞങ്ങൾ ഈ പാവ ഇന്ത്യക്കാര് വല്ല കൂട്ടാത്മഹത്യൊക്കെ ചെയ്ത് ജീവിച്ചോളാം. അല്ലടാ, അപ്പൊ ഞാൻ ഊഹിച്ച പോലെ ഈ അനിയൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് അർത്ഥം. ബാധ്യതയല്ല, ആറ്റം ബോംബ്. ഇവരാണോ സാറേ ഈ ജർമ്മനിയിലെ ബെർലിൻ മതിൽ പൊളിച്ചത്? ആ ആറ്റം ബോംബിനെ